ഇടുക്കി കട്ടപ്പനയിൽ നിക്ഷേപകൻ സാബു തോമസിന്റെ ആത്മഹത്യയിൽ CPM-നെ പ്രതിക്കൂട്ടിലാക്കി മുൻ ഏരിയ സെക്രട്ടറിയുടെ ശബ്ദരേഖ. നിക്ഷേപ തുക തിരികെ ചോദിച്ച സാബുവിനോട് താൻ അടി വാങ്ങുമോ എന്നാണ് മുൻ ഏരിയ സെക്രട്ടറി VR സജിയുടെ ഭീഷണി. പണം കിട്ടാതെ വന്നതിനൊപ്പം ഭീഷണി കൂടിയായപ്പോൾ സാബു തളർന്നുപോയെന്ന് ഭാര്യ മേരിക്കുട്ടി പറഞ്ഞു. ഈ മാസം പൈസ നിങ്ങൾക്ക് പറഞ്ഞ പകുതി പൈസ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ അവരെ പിടിച്ച് തള്ളി അയാളെ ഉപദ്രവിക്കേണ്ട കാര്യമല്ല നിങ്ങൾക്ക്. എന്റെ സഹാവേ വിഷയമൊന്നും മാറ്റണ്ട. നമ്മളത് അറിഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്നതാണ്. നിങ്ങൾ അടി മേടിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുക. എന്റെ പൊന്നു സഹോദരനെ കൊന്നു. നിങ്ങൾക്ക് പണി അറിയത്തില്ല കേട്ടാ. കഴിഞ്ഞ ദിവസം സാബു ബാങ്കിലെത്തി 2 ലക്ഷം രൂപ ആവശ്യപ്പെട്ടപ്പോൾ ജീവനക്കാർ മോശമായി പെരുമാറിയെന്ന പരാതി പറയാൻ വിളിച്ചപ്പോഴാണ് മുൻ ബാങ്ക് പ്രസിഡന്റ് കൂടിയായിരുന്ന VR സജിയുടെ ഭീഷണി. ഭാര്യയുടെ ചികിത്സയ്ക്ക് പണം കിട്ടാതെ വന്നതിനോടൊപ്പം ഭീഷണി കൂടി കേട്ടതോടെ സാബു പൂർണ്ണമായും തകർന്നു. എനിക്ക് നീതി കിട്ടിയേ പറ്റൂ. എന്റെ മക്കൾക്ക് അപ്പനില്ലാതായില്ല. ഞങ്ങളുടെ പൈസ എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്തു തരണം. നടപടി എടുക്കണം. എടുക്കാതെ പറ്റിയില്ല. അതുപോലെ ഞങ്ങളെ ദ്രോഹിച്ചിട്ടുണ്ട്. റെജി ഒത്തിരി മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. ഭയങ്കര മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. പ്രശ്നത്തിൽ VR സജിയെ പൂർണ്ണമായും സംരക്ഷിക്കുന്ന നിലപാടാണ് CPIM സ്വീകരിച്ചത്. ഒരു പ്രശ്നമുണ്ടായാൽ ഭരണസമിതി മാനേജ്മെന്റ് എന്നുള്ള നിലയിൽ അതിന്റെ ഭരണസമിതി അംഗങ്ങൾ ഇടപെടുകയോ അഭിപ്രായം പറയുകയോ ഒക്കെ ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമാണ്. സജിയുടെ ഫോൺ സംഭാഷണം ഉൾപ്പെടെ അന്വേഷണത്തിന്റെ പരിധി വരട്ടെ, അന്വേഷിക്കട്ടെ. കേസ് അന്വേഷണത്തിൽ പോലീസുമായി സഹകരിക്കുമെന്നും അന്വേഷണത്തെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നുവെന്നും CPIM വ്യക്തമാക്കി. 24 ഇടുക്കി. അതേസമയം സാബു തോമസിന്റെ മരണത്തിൽ കുറ്റക്കാർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണമെന്ന് കുടുംബം. മരണവുമായി ബന്ധപ്പെട്ട് കുടുംബാംഗങ്ങളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. കട്ടപ്പനയിലേത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. സാബുവിന്റെ മരണത്തിൽ കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്കെതിരെ വ്യാപക വിമർശനമാണ് ഉയരുന്നത്. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന ഉറപ്പിന്മേലാണ് ഇന്നലെ പ്രതിപക്ഷ സംഘടനകൾ പ്രതിഷേധം അവസാനിപ്പിച്ചത്. കുറ്റക്കാർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ബാങ്ക് ജീവനക്കാരുടെ മോശം പെരുമാറ്റം സാബുവിനെ തളർത്തിയെന്ന് സഹോദരൻ. നമ്മൾ അതിന് തീരുമാനം ഉണ്ടാക്കണമല്ലോ. അത് എന്തായാലും ആരാണെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുറ്റത്തിനെ മുന്നോട്ട് കൊണ്ടുവരണം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം. അതിന്റെ തീരുമാനം എന്താണ് എന്നറിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം. മരണത്തിൽ സാബുവിന്റെ കുടുംബാംഗങ്ങളിൽ നിന്ന് പോലീസ് മൊഴി രേഖപ്പെടുത്തി. ബാങ്ക് ഭരണസമിതി അംഗങ്ങളുടെയും ജീവനക്കാരുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തും. കട്ടപ്പനയിലേത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കട്ടപ്പനയിലെ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, അത് ആവർത്തിക്കപ്പെടുകയാണ്. സംസ്ഥാനത്തുടനീളം അപകടകരമായ നിലയിലേക്ക് കേരളത്തിലെ സഹകരണ രംഗം മാറുകയാണ്. സർക്കാർ ശക്തമായ നടപടിയെടുക്കണമെന്ന് CPI. കട്ടപ്പന സെന്റ് ജോർജ് പള്ളിയിൽ 3:30-ക്കാണ് സാബു തോമസിന്റെ സംസ്കാരം. 24 കട്ടപ്പന. സാബു തോമസിന്റെ സംസ്കാരം ഇന്ന് ഉച്ചതിരിഞ്ഞ് 3:30-ക്കാണ് കട്ടപ്പന സെന്റ് ജോർജ് പള്ളിയിലാണ് സംസ്കാര ശുശ്രൂഷകൾ നടക്കുന്നത്. സാബുവിന്റെ മൃതദേഹം അല്പസമയത്തിനകം വീട്ടിലെത്തിക്കും. സാബുവിന്റെ മരണത്തിൽ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കണം എന്നാണ് ഇപ്പോൾ ആവശ്യം. അത് പരിശോധന നടത്തുമെന്ന് കട്ടപ്പന CI അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഭാര്യയുടെ മാത്രമേ എടുത്തിട്ടുള്ളൂ. കുട്ടിയുടെ മക്കളുടെ ബന്ധുക്കളുടെയൊക്കെ ഇന്നും നാളെയായിട്ട് എടുക്കും. അവരുടെ എടുക്കും. അവരുടെയും സമയം അനുസരിച്ച് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് എല്ലാവരുടെയും മൊഴിയെടുക്കും. അതെ. അല്ല, ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് കൂടുതൽ അന്വേഷണം നടത്തി ഇവർ പറയുന്ന ബാങ്കിൽ ഇട്ടിരുന്ന പണവും മറ്റ് സാമ്പത്തിക ഇടപാടുകളെല്ലാം അന്വേഷണം നടത്തിയതിനു ശേഷം CCTV ദൃശ്യങ്ങളും എല്ലാം ശേഖരിച്ചതിന് ശേഷം കൃത്യമായ നടപടികൾ എടുക്കും. ആവശ്യമുണ്ട്. CCTV ഫുട്ടേജ് നോക്കുന്നുണ്ട്. ഇന്നലെ നോക്കിയിരുന്നു. തുടർന്ന് ഇന്നും തൊട്ടടുത്ത കടകളിൽ നോക്കാനായിട്ട് പോലീസ് പാർട്ടി അയച്ചിരുന്നു. നോക്കിയിരുന്നു. കേസിന്റെ മുന്നോട്ടുള്ളതായതുകൊണ്ട് മറ്റു കാര്യങ്ങളൊന്നും ഇപ്പോൾ ഞാൻ പറയുന്നില്ല. രാഹുൽ വിജയൻ കട്ടപ്പനയിൽ നിന്ന് വിവരങ്ങൾ നൽകും. രാഹുൽ, എപ്പോഴാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കുന്നത്? ഇപ്പോൾ പോലീസ് ഇതിൽ വലിയ അന്വേഷണം നടത്തുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ CPM നേതാക്കൾ ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് സംസാരിച്ച CPM നേതാക്കളൊക്കെ ഇതിൽ പാർട്ടി നേതാക്കൾക്ക്, പ്രാദേശിക നേതാക്കൾക്ക് എന്തെങ്കിലും വീഴ്ചയുണ്ടെന്ന് സമ്മതിക്കുന്നതേയില്ല. അപ്പോൾ അന്വേഷണം എങ്ങനെ മുന്നോട്ട് പോകും? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ?
വിജയകുമാർ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് ഇന്നലെ ഇതിൽ കേസെടുത്തിരിക്കുന്നത്. ഈ ആത്മഹത്യാക്കുറിപ്പുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിലുള്ള പേരുകൾ ഒന്നും തന്നെ ഈ എഫ്ഐആറിലോ ഒന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല. സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ് ആദ്യത്തെ നടപടി എന്ന് പറയുന്നത്. എഫ്ഐആർ പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ ചേർത്തുകൊണ്ടുള്ള എഫ്ഐആർ ആയിരിക്കും ആദ്യം ഇടുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം ആ എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ ഈ സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടിയെ ഇവിടെ മൊഴിയെടുക്കുന്നതിന് വേണ്ടി പോലീസ് സംഘം ഇവിടെ എത്തിയത്. വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ബാങ്കിൽ എത്ര രൂപ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു, ബാങ്കുമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, സാബു പറഞ്ഞിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നത് വിശദമായി ചോദിച്ചറിഞ്ഞു എന്നുള്ളതാണ് കട്ടപ്പന CI മുരുകൻ ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിനുശേഷം ബന്ധുക്കളുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തും. മാത്രമല്ല ഈ പറയുന്ന ഈ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ബാങ്കിൽ സംഭവിച്ചിട്ടുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി CCTV ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട്. അതിന്റെ ഉൾപ്പെടെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഇപ്പോൾ മൃതദേഹം കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയുടെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ടേക്ക് വീട്ടിലേക്ക്, സാബുവിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരും. 3 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ തുടങ്ങും എന്നുള്ളതും അറിയാൻ കഴിയുന്നുണ്ട്. വിജയകുമാർ, അല്ല, ഇതിൽ ഈ രാഹുൽ, ഈ ആത്മഹത്യാ കുറിപ്പിൽ പേരുണ്ടായിട്ടും അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് ഇപ്പോൾ കേസുള്ളത്. അപ്പോൾ ഈ മരണത്തിലേക്ക് അദ്ദേഹത്തെ തള്ളിവിട്ടത് ആരൊക്കെയാണ് എന്നത് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ നിലയിൽ തുടർ നടപടികൾ ഉണ്ടാകും. അതായത് ആത്മഹത്യാ പ്രേരണ കുറ്റം അവിടെ നിലനിൽക്കുമെന്നുള്ളത് ഈ ആത്മഹത്യാക്കുറിപ്പിൽ നിന്ന് വ്യക്തമാണ്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിച്ചത് ആരൊക്കെയാണ് എന്നത് ആ കുറിപ്പിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ കുടുംബം ആവശ്യപ്പെടുന്നത് പോലെ ആ വകുപ്പ് കൂടി ചുമത്തി ഈ ബാങ്ക് സെക്രട്ടറി ഉൾപ്പെടെ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയ CPM-ന്റെ പ്രാദേശിക നേതാവ് ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർത്തൊരു FIR ഉണ്ടാകുമോ? ഇല്ലെങ്കിൽ ഇപ്പം നാട്ടുകാർ സമരം താൽക്കാലികമായി, ആ പ്രതിഷേധം താൽക്കാലികമായി ഇന്നലെ അവസാനിപ്പിച്ചതാണല്ലോ. അപ്പോഴത് ഉറപ്പായും നടത്തേണ്ടതല്ലേ, നടക്കില്ലേ? ഈ ആത്മഹത്യാക്കുറിപ്പിൽ പേരുള്ള ആളുകളുടെ പേര് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു FIR എപ്പോൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതക്കുറവുണ്ട്. പോലീസ് അതിൽ കൃത്യമായ ഒരു മറുപടി പറയുന്നില്ല. അങ്ങനെ FIR-ൽ പേര് ചേർക്കാൻ കഴിയില്ല എന്നുള്ളൊരു മറുപടി ഇന്നലെ വന്നിരുന്നു. ആദ്യഘട്ടത്തിൽ അസ്വാഭാവിക മരണത്തിന് മാത്രമായിരിക്കും കേസെടുക്കാൻ കഴിയുക. അതിനുശേഷം വിശദമായിട്ടുള്ള അന്വേഷണം നടത്തിയതിന് ശേഷമായിരിക്കാം പിന്നീട് അങ്ങോട്ടുള്ള കാര്യങ്ങളെന്ന് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു വിശദീകരണം വരികയും ചെയ്തിരുന്നു. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗുരുതര ആരോപണങ്ങൾ വന്നിരിക്കുന്നത് CPM-ന്റെ മുൻ ഏരിയ സെക്രട്ടറിക്കാണ്. VR സജി, അദ്ദേഹം ഈ ബാങ്കിന്റെ മുൻ പ്രസിഡന്റ് കൂടിയായിരുന്നു. അദ്ദേഹം സാബുവിനെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ശബ്ദ സന്ദേശം ഉൾപ്പെടെ ഇന്ന് പുറത്തു വരികയും ചെയ്തിരുന്നു. ആ സാബുവിനെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു നിലപാട് CPM-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. അതുകൊണ്ട് പോലീസിന്റെ ഇടപെടൽ ഏത് രീതിയിൽ മുന്നോട്ട് പോകുമെന്നുള്ള സംശയം നാട്ടുകാരും അതുപോലെ തന്നെ ബന്ധുക്കളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും ഇതിൽ ഈ പേര് ഉൾപ്പെടുത്തിയില്ല എങ്കിൽ അത് ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പരാതി പോലീസിന് തന്നെ നൽകുമെന്ന് ബന്ധുക്കൾ ഇന്ന് രാവിലെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ആരോപണ വിധേയരായിട്ടുള്ള അല്ലെങ്കിൽ ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താതിരുന്നു കഴിഞ്ഞാൽ ഈ 3 പേരുകാർക്കെതിരായിട്ടുള്ള പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കുമെന്ന് BJP-യും കോൺഗ്രസും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നിപ്പോൾ പോലീസ് സ്റ്റേഷന് മുമ്പിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ BJP-യുടെ ഒരു ആലോചനയുണ്ട്. ഒരുപക്ഷെ മൃതദേഹം വെച്ചുകൊണ്ടുള്ള പ്രതിഷേധമാകാനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. പക്ഷേ അതിനൊരു തീരുമാനമായിട്ടുള്ള ബന്ധുക്കളുടെ കൂടി സമ്മതവും കാര്യങ്ങൾ കിട്ടിയതിനു ശേഷം മാത്രമായിരിക്കും അത്തരമൊരു സമരത്തിലേക്ക് പോവുക, പ്രതിഷേധത്തിലേക്ക് പോവുക എന്നുള്ളത് BJP-യുടെ തന്നെ നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുമുണ്ട്. ഇതിൽ ഇനി തുടർ നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകേണ്ടത്. ഈ ആരോപണ വിധേയരായിട്ടുള്ള 3 പേർക്കെതിരായിട്ട് FIR-ൽ പേര് വരുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യവും. വിജയകുമാർ, യെസ്, അതുതന്നെയാണ്. FIR-ൽ ഇവരുടെ പേരുണ്ടാകുമോ, CPM നേതാക്കളുടെ, ബാങ്ക് സെക്രട്ടറിയുടെ, അവിടുത്തെ ജീവനക്കാരുടെ ഒക്കെ പേരുണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. ഇപ്പോൾ വളരെ ഓപ്പണായ ഒരു ത്രട്ട് അദ്ദേഹത്തിനുണ്ടായിരുന്നു, ഒരു ഭീഷണി ഉണ്ടായിരുന്നു എന്നത് ഇന്ന് പുറത്തു വന്ന ആ ഫോൺ സംഭാഷണത്തിൽ നിന്ന് വ്യക്തമാണ്. ആ ഘട്ടത്തിലും CPM-ന്റെ നേതാക്കൾ മുൻ ഏരിയ സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്തിയ ആളിനെ സംരക്ഷിക്കുകയാണ്. അത് ഏതെങ്കിലും ഒരു സംസാരത്തിലെ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് വ്യാഖ്യാനിക്കേണ്ട എന്നൊക്കെയാണ് CPM നേതാക്കൾ പറയുന്നത്. ആ കുടുംബത്തിനൊപ്പം ഉണ്ടെന്ന് CPM നേതാക്കൾ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ നിലയിലാണോ പ്രതികരിക്കേണ്ടതെന്ന ചോദ്യമുണ്ട്. ഏതായാലും പോലീസ് എന്ത് നടപടി സ്വീകരിക്കുമെന്നതിനെ ആശ്രയിച്ചായിരിക്കും നാട്ടുകാരുടെ പ്രതിഷേധം എന്നാണ് രാഹുൽ വിജയൻ കട്ടപ്പനയിൽ നിന്ന്